നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയില്ല, പക്ഷേ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കണ്ടോ ഭയങ്കരമായിട്ട് അത് പറയുകയും ചെയ്യും. അയ്യോ വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ മമ്മി ഇന്ന് എന്തോ കെണിമിണി പലഹാരമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിലുള്ള പഴമെല്ലാം റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിട്ടല്ലേ? പഴം ചുമ്മാ കൊടുത്താൽ തിന്നില്ല, എന്നാ പിന്നെ ഇത് ഇങ്ങനെ വേറൊരു ഫോമിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ തിന്നട്ടെ. ഞാനിങ്ങനെ എവിടെയോ കണ്ടു ഇങ്ങനെ ഉണ്ടാക്കണത്. ഞാൻ കണ്ടുപിടിച്ചതൊന്നും അല്ല കേട്ടോ, പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. സമയം ഏകദേശം 3:45 4 മണിക്കത്തെ ചായയുടെ കടിയാവട്ടെ. ഓക്കെ, പഴം പോലും മമ്മി ഇവിടെ ചുമ്മാ കളയില്ല കേട്ടോ. ചുമ്മാ കളയുന്ന പ്രസ്ഥാനമില്ല ഇവിടെ. പഴം എടുത്തു കേട്ടോ. 3 പഴം എടുത്തു അല്ലേ? 3 പഴം എടുത്തേ. സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റോബസ്റ്റ പഴം കേട്ടോ. അതിൽ 2 ഇങ്ങനെ ചുമ്മാ ഇച്ചിരി കട്ടിക്കങ്ങ് അരിയുവാണേ. 2 അരിയോ? 2 അരിയുക. ഒരെണ്ണം സ്മാഷ് ചെയ്യും. സ്മാഷ് ചെയ്യും. ഞാനും കണ്ടായിരുന്നു കേട്ടോ റെസിപ്പിയൊക്കെ. ചുമ്മാ ട്രൈ ചെയ്ത്. പിന്നെ നമ്മള് ഇവിടെ മാസ്റ്റർ ഷെഫ് ഇവിടെ നിൽക്കുമ്പോ തലയിരിക്കുമ്പോ വാലാടണ്ടെന്ന് പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എങ്ങനെ കണ്ടുപിടിക്കുന്നു മമ്മി ഇത്? ഇതൊക്കെ ചുമ്മാ ഒരു കണ്ടുപിടുത്തങ്ങളല്ലേ. മമ്മിക്ക് എങ്ങനെയായാലും ഇതേ ഈ ഒരു പച്ച ബൗൾ യൂസ് ചെയ്യണം. മമ്മിയുടെ പുതിയ നോൺ സ്റ്റിക്കിന്റെ പാത്രം യൂസ് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിട്ട് മമ്മി അല്ലെ. പിന്നെ പഴം ഇട്ട് ചുമ്മാ കളയാനും പറ്റില്ല. അത് തന്നെ. 2 പഴം അരിഞ്ഞു, അടുത്ത പഴം മമ്മി ഇതേ സ്മാഷ് ചെയ്യുന്നു. പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? ഇതിനകത്ത് മുട്ട വേണം, ഇച്ചിരി ജീരകത്തിന്റെ പൊടി വേണം, ഏലക്കായ ഇച്ചിരി പൊടിക്കണമായിരുന്നല്ലോ. ഏലക്കായ ചേർക്കുന്നുണ്ടോ? ഏലക്കായ ശകലം. നമ്മള് ഇടുക്കിക്കാരായണ്ട് ഏലക്കയുടെ ഒരു ഫ്ലേവർ എല്ലാത്തിനും വേണം അല്ലെ. മുട്ടയൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് റെഡി ആയിട്ട് അല്ലെ. ഇത് വീട്ടിലെ മുട്ടയല്ലേ മീ? വീട്ടിലെ മുട്ടയാ. ഇവിടുത്തെ കോഴിയിട്ട മുട്ട. ഇതിന് 6 എന്നുള്ള നമ്പർ അതോ? ഇത് കടയിൽ നിന്ന് മേടിച്ച വീട്ടിലെ കോഴിയിട്ട മുട്ട ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആണോ? എല്ലാം മിക്സ് ആണ് അല്ലേ? പിന്നെ എന്നാ മുട്ട, ഓട്സ് വേണം കേട്ടോ. ഓട്സ്, ഇച്ചിരി ഉപ്പ്. ഇതൊക്കെ എല്ലാം കൂടെ കൂട്ടി അടിച്ചൊരു സംഭവമാണ് അല്ലേ? പാൻകേക്ക് ആണോ മമ്മി ഉദ്ദേശിക്കുന്നത്? പാൻകേക്ക് പോലത്തെ ഒരു കേക്ക് അല്ലേ? എളുപ്പമുള്ളതാണേ. എളുപ്പമുണ്ട്. ആർക്ക് വേണേലും എപ്പോ വേണേലും ഉണ്ടാക്കാം. ഹെൽത്തി ആണല്ലേ? അതെ അതെ. ഇംഗ്ലീഷുകാരുടെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് തന്നെ. നമ്മളിവിടെ 4 മണിക്ക് നമ്മുടെ ലഘു ഭക്ഷണമാണ് അല്ലേ? മമ്മി ഏലക്കാണോ തപ്പി നടക്കണേ? ഇതേ ഇതിനകത്തല്ലേ ഇതേ ഇരിക്കണ ഏലക്ക. ആ സ്റ്റീലിന്റെ പാത്രം. കിലുക്കം കേൾക്കുമ്പോ തന്നെ അറിയാം നമുക്ക് ഏലക്കയുടെ പാത്രം ഏതാണ്. ഇത് എല്ലാ പാത്രവും ഒരുപോലെ ഇരുന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും മമ്മി? ഒക്കെ കണ്ടുപിടിക്കും മകളെ. ഇച്ചിരി കേട്ടാൽ ഇത് നമുക്ക് എന്റെ തൊണ്ടിടണ്ട കേട്ടോ. എന്നാള് ഞാൻ പറഞ്ഞാലും എന്നെ തൊണ്ടിടിയല്ല. നമുക്ക് വേണേ ഇതിനകത്ത് കപ്പലണ്ടിയൊക്കെ ചേർക്കത്തില്ലേ? നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്ത് വേണേ ചേർക്കാം. അതൊക്കെ നമ്മുടെ ആർട്ട് പോലെ ഇരിക്കും അല്ലേ? അതെ. ഫുഡ് ഉണ്ടാക്കുന്നത് ശരിക്കും ഒരു ആർട്ടാണല്ലേ മമ്മി? ഇച്ചിരി അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വേണമെന്ന് വറുത്തിടാം നമുക്ക്. പക്ഷെ ഇതിന്റെ വട്ടം ഇതൊരു കുഞ്ഞി ഇതിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരുപാട് അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടെ ആയി കഴിഞ്ഞാലേ എന്നാ മധുരം കാണും. പഴമൊക്കെ ചേർക്കുന്നുണ്ട് അല്ലേ? അതെ അതെ, മധുരം കാണുന്ന വേണ്ട. ഇത് മമ്മി UK അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന മാത്രമല്ലേ? UK എന്നല്ല, പിന്നെ എനിക്ക് എന്റെ മകളുടെ സിസ്റ്ററിൻലോ ഗിഫ്റ്റ് തന്നതാ. അടിച്ചു മാറ്റിയതല്ല സാരം അല്ലേ? നല്ല സൂപ്പറല്ലേ? നല്ല രസമല്ലേ? അത് പുള്ളിക്കാരിക്ക് അവിടെ ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞത് നല്ല രസമുണ്ടല്ലോ, ഇഷ്ടമായി, എനിക്ക് ഇഷ്ടമായി. ചോദിച്ചു പൊക്കണോട്ടോ, ഞാൻ ചോദിച്ചു മേടിച്ചതൊന്നും അല്ല. ഇഷ്ടമാ, നല്ല പാത്ര, നല്ല രസമുണ്ടല്ലോ, നല്ല പാത്രം എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരി അതൊന്നുമല്ല വേറെ മേടിച്ചത്. അത് എന്നിട്ട് ഞങ്ങള് പുറത്തെവിടെയോ പോയിച്ച് വന്നപ്പോഴത്തേനും എന്തേ ഗിഫ്റ്റ് വന്നിരിക്കുന്നു. അഭിമാനിയാട്ടോ. അതിലെ പുച്ഛം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ മിക്സ് ചെയ്യാം. മിക്സിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാർട്ടാണ്. രസമുള്ള പരിപാടിയല്ലേ? ഒട്ടും കളയണ്ട തന്നെ. ഇത് മുട്ട നമ്മളിങ്ങനെ ടിഷ്കൂ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ മോശമായിട്ട് ചെയ്യോ? ഇച്ചിരി ജീരകമൊക്കെ, ഇച്ചിരി ജീരകത്തിൻ്റെ പൊടി ഇടാവേ. അത് ഒരുപാടായി കഴിഞ്ഞാൽ കൊള്ളിയാ? മതി, ഇച്ചിരി ശകല ഏലക്കാട് പൊടി. എന്താവോ എന്തോ സൂപ്പറായിരിക്കും. ചില വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ അതും ഇതൊക്കെ ഉണ്ടാക്കില്ലേ? ചിലപ്പോ അതുപോലെ ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേ. ഞാൻ ഇന്നാളും അങ്ങനെ ഉണ്ടാക്കി ഏതാണ്ടൊക്കെ പള്ളക്കളഞ്ഞ കുറെ മുട്ടയും പോയി, മൈദയും പോയി. മമ്മിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ, അമ്മയുടെ സാധനം അടിപൊളിയായിട്ട് വരുന്ന. ഇത് ചേർക്കുന്നില്ലേ? ഓട്സ് 3 ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും. കുറച്ച് മതി, അങ്ങനെ കണ്ടത്. അതെ അല്ലേ? നമുക്ക് അളന്ന് നോക്കൊന്നും വേണ്ട, ഇത്തിരി അങ്ങോട്ട് ഇടാം അല്ലേ? ഇച്ചിരി അങ്ങോട്ട് ഇടാം അല്ലേ? അങ്ങോട്ട് തട്ടിക്കോ. ഒത്തിരി വേണ്ട, ഇച്ചിരി ചേർക്കാൻ തോന്നുന്നു. ശകലം കൂടെ അല്ലേ? എനിക്ക് തോന്നുന്നുണ്ടല്ലോ
ഈ 2 പഴത്തിന് അത് പോരായിരിക്കോ? നമുക്ക് നോക്കാം. മതിയായിരിക്കും. ഇത് മതി, ഇത് മതി. മമ്മി ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ മമ്മി തന്നെ തിന്നോളാം കേട്ടോ മൊത്തം. ഓക്കേ. ഒരു സാധനം ഇവിടെ കളയാൻ പാടില്ല. മമ്മിയുടെ നല്ലതാണേലും ഞാൻ തന്നെ തിന്നോളാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഇവിടെ ഒരു സാധനം ചുമ്മാ കളയാൻ പാടില്ല. ഉണ്ടാക്കി തുടങ്ങാം. ഉണ്ടാക്കി തുടങ്ങാം. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ. അല്പം നെയ്യോ, വലിയ പണിയൊന്നും ഇല്ലെന്നേ. ഒരിത്തിരി എണ്ണയോ നെയ്യോ എല്ലാം ഒഴിക്കാം കേട്ടോ. നമ്മൾ ഇച്ചിരി നെയ്യാണ് ഒഴിക്കണം കേട്ടോ. ഇച്ചിരി ഒഴിച്ചു. ഒലീവ് ഓയിലാണ് അവരൊഴിച്ചത്. അവരൊഴിച്ചുകൊണ്ട് ഒലിവ് ഓയിലാണ്. പക്ഷേ ഒലിവ് ഓയിൽ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ നമ്മുടെ മല്ലു വേർഷനിൽ നമ്മൾ എണ്ണ ഒഴിക്കുന്നു. ഒലിവ് ഓയിൽ മമ്മി UK നിന്ന് കൊണ്ടുവന്നായിരുന്നല്ലേ? ഇത് കണ്ടോ? അതേ മറന്നുപോയി. പക്ഷെ ഒലിവ് ഓയിൽ ഹെൽത്തി ആണെന്ന് തോന്നുന്നു അല്ലേ? ശേഷം പഴം നിരത്തി വെക്കുന്നു അല്ലേ അമ്മേ? പിള്ളേരെ പറ്റിക്കാനായിട്ടുള്ള വിഭവം ശരിക്കും, കുഞ്ഞു പിള്ളേരെയൊക്കെ അല്ലേ? പഴം തിന്നില്ലാത്തവരെയൊക്കെ. നമ്മുടെ ജോയ്ക്കുട്ടിനെ കുഞ്ഞായിരുന്നപ്പോ ഇങ്ങനെ പഴം ഉടച്ചു കൊടുക്കില്ലായിരുന്നോ? പാൻ കേക്ക്. പാൻ കേക്ക് അല്ലേ? ഇങ്ങനെ അടുക്കി വെക്കും അല്ലേ? ഫ്ലോപ്പാവോ? എന്നിട്ട് ആ പാത്രം ഷെയ്ക്ക് ചെയ്താൽ മതിയായിരിക്കും. ആണെങ്കിൽ നമ്മൾ കഴിക്കുവാമേ. ഇനി കേക്ക് പോലെ ആയില്ലെങ്കിലും നമ്മൾ കോരി കഴിക്കും. സ്ട്രോ ഇട്ട് വലിച്ചു കുടിക്കുന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ നല്ല സൂപ്പറാക്കാം. ഇപ്പം ഞാൻ കണ്ടു. മുട്ട ഉള്ളതുകൊണ്ട് എന്നാണേലും ഒരു അട രൂപത്തിലേക്ക് വരും. കട്ടിയുണ്ടോ എവിടെയെങ്കിലും? ആ ഭാഗത്തൊരു കുഴിവുണ്ടോ? അവിടെ ഇവിടെ ഒരു കുഴിവില്ലേ? ഇച്ചിരി ഇളക്കിയാലോ പാത്രം? നികന്നു വരുമായിരിക്കും. അടയ്ക്കാം. മമ്മി ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രം മേടിക്കുമ്പോഴേ അതിനനുസരിച്ച് ഉള്ള അടപ്പും കൂടെ ഒരു തരണ്ടോ? അടപ്പുണ്ടായിരുന്നു. ഇതിന് പക്ഷെ അടപ്പില്ല കേട്ടോ. മിക്ക പാത്രങ്ങൾക്ക് നോൺ സ്റ്റിക്കിന് അടപ്പില്ലാന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇഷ്ടമില്ല. ഇതിന് പക്ഷെ അടപ്പില്ലായിരുന്നു കേട്ടോ. ഇത് വേറെ ഒക്കെ കണ്ടപ്പോഴും ഞാൻ അടപ്പൊന്നും കണ്ടില്ല. ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെക്കാവേ. കരിഞ്ഞു പോവോ? സിമ്മേലായിട്ട് എന്നാലും നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കിയാലോ? മറിച്ചിട്ട് നോക്കാം. പരീക്ഷിക്കണ്ട അല്ലേ? കൈ പൊള്ളല്ലോ കേട്ടോ. വാവ്. അതിന് എങ്ങനെ ഇടും? അയ്യോ, മമ്മിയുടെ ക്യാമറ ഓൺ ആണെന്നുള്ള കാര്യം മറന്നു പോകുന്ന ഇടയ്ക്ക്. ശരിക്കും സിമ്മേലിടണം കേട്ടോ. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴേ സിമ്മേലേക്ക് ഇട്ടാൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിലൊന്നും ഇടണ്ട അല്ലേ? കരിഞ്ഞു പോകും. അതെ, കരിഞ്ഞു പോകും. പഴമല്ലേ? പഴവും മുട്ടയല്ലേ? ഒന്നും വേവാനൊന്നും ഇല്ലല്ലോ. അതെ, എന്തോന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ഇത് വെന്തോന്ന് നോക്കാനുള്ള ടെക്നിക്കാണേ, കമ്പിട്ട് കുത്തി നോക്കുന്നേ. അങ്ങനെയാണ് ആ ടെക്നിക്ക്. ഉണ്ടോ? ഇതിലൊന്നും പറ്റുന്നില്ല. അപ്പൊ ഇത് വെന്തു. ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ. സ്പെഷ്യൽ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് തേനും ഒഴിച്ച് സെർവ് ചെയ്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് മമ്മിയുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു പാൻ തെന്നിപ്പോയായിരുന്നു കേട്ടോ. അപ്പം അടയൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. എന്നാലും അടിപൊളിയാന്ന് തോന്നുന്നു അല്ലേ മീ? കുഴപ്പമില്ല. നമ്മൾ ഫൈനൽ ഗാർണിഷിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ചെറുതേനും കൂടെ ഒഴിക്കുകയാണ്. വൻതേനില്ല, അതുകൊണ്ട് നമ്മൾ ചെറുതേനാണ് ഒഴിക്കുന്നത് അല്ലേ മീ? യമ്മി ആയിട്ടുള്ളൊരു പാൻ കേക്കാണ് നമ്മളിവിടെ റെഡി ആക്കിയിരിക്കുന്നത്. മമ്മി ഉണ്ടാക്കിയ യമ്മി കേക്ക് അല്ലേ? പഴമൊക്കെ പിള്ളേരെ തീറ്റിക്കാൻ പാടല്ലേ? പിള്ളേർക്കൊന്നും ഇഷ്ടമല്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പഴത്തോട് ഇഷ്ടമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കണിമണി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പഴവും കഴിച്ചോളും, മുട്ടയും കഴിച്ചോളും. എല്ലാം നല്ല ഓട്സും ഉണ്ട്. ഹെൽത്തിയാണല്ലേ? ഹെൽത്തിയാണ്. കെട്ടിയിട്ടെ മമ്മി? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ കള്ളിലും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ വേണം. അതൊരു ദിവസം ഉണ്ടല്ലോ ഞാനവിടെ കൊച്ചിൻ്റെ അടുത്തിരുന്നപ്പോഴേ വെറുതെ അവിടെ എന്തോ ഈ ബർത്ത്ഡേക്ക് മേടിച്ച് എന്തോ പഴയ സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വെറുതെ കേട്ടോ അത് അവന്റെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തേ. എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ട് പാടി കേട്ടോ. എന്നിട്ടും ജോയി കേക്ക് വേണമെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലോ. ഭയങ്കര ഒരു തമാശയായി പോയി. ഉണങ്ങാണായിരുന്നു അല്ലേ? ടേസ്റ്റ് നോക്കാം. നമുക്ക് ഡാഡിയും കൂടെ വരട്ടെ. ഡാഡിക്കൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. നോക്കൂ, ഓട്സ് പഴം. ഡാഡിക്ക് ക്ഷീണമാണ് വയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് മമ്മി ഓട്സും മുട്ടയൊക്കെ ഇട്ട് ഏതാണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലതാണെന്ന് സത്യസന്ധമായിട്ടേ പറയാവുള്ളൂ കേട്ടോ. അതങ്ങെടുത്ത് സത്യസന്ധമായിട്ടേ പറയാവുള്ളൂ. നല്ലതാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയുക. നമുക്ക് അയ്യോ കത്തി കൊണ്ട് കയറിയോ? മമ്മി എനിക്കൊരു കുത്തും കൂടെ വെച്ചു തന്നു. നല്ലതാണോ? അഭിപ്രായങ്ങൾ വന്നില്ലല്ലോ. മമ്മി ആസ്വദിച്ച് തിന്നോണ്ടിരിക്കുക, അതുകൊണ്ട് അഭിപ്രായം പറയാത്ത. ഒത്തിരി വിഭവങ്ങളൊന്നുമില്ല. സൂപ്പറാമേ. ശരിക്കും ഉള്ളതേ പറയാവുള്ളൂ. ഉള്ളതാ പറഞ്ഞേ. വലിയ കുഴപ്പക്കുറവില്ല.
അതിലെന്തോ ഒരു കുഴപ്പമില്ലേ? നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയില്ല, പക്ഷെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കണ്ടോ ഭയങ്കരമായിട്ട് അത് പറയുകയും ചെയ്യും. അതെന്നാ അങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലായോ? ഇല്ല കുഴപ്പക്കുറവില്ലെന്ന് പറഞ്ഞാൽ